പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം 1:3 വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. അതിനോടനുബന്ധിച്ച് ഇന്നലെ രാത്രി വരാൻ പോകുന്ന ഏകലോക ഭരണത്തെപ്പറ്റി, ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ലോകവും, വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിക്ക് സദൃശം. അതിൻ്റെ കാൽ കരടിയുടെ കാൽ, അതിൻ്റെ വായ് സിംഹമുഖം, അതിൻ്റെ മഹാസർപ്പം, വലിയ ശക്തി, അധികാരം, സിംഹാസനം കൊടുത്തു. ലോകം ഒരുവൻ ഭരിക്കണമെങ്കിൽ ഈ ലോകത്തിൻ്റെ താളഗതികളെ ഇന്നലെ കാണിച്ചു. ആര് ഈ മൃഗത്തെ കാണും? വെളിപ്പാട് 17:8-9 വ്യക്തമായി യോഹന്നാൻ രേഖപ്പെടുത്തി. നീ കണ്ട മൃഗം ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാതിരിക്കുന്നതും ഇനി അഗാധത്തിൽ നിന്ന് കയറി വരുന്നതുമാകുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ടാരംഭം. ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട ജീവകുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ ഈ മൃഗത്തെ കാണും. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും. ഈ ഭരണം ഇപ്പോൾ ദാനിയേൽ 8:23-24-25 അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള രാജാവ്, അവൻ്റെ അധികാരം വലുത്, സ്വന്തം ശക്തിയാലല്ല. പിശാച് അവൻ അധികാരം കൊടുക്കും, അതിശയകരമാമണ്ണ നാശം പ്രവർത്തിക്കും, ഉലകത്തെ അവൻ അവസാനിപ്പിച്ചു കളയും. അങ്ങനെ ഒരുവൻ ഭരണത്തിന് വരണമെങ്കിൽ ഇവിടെ ഒരു വല വരണമെന്ന് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. ആ വലയ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും. അതിനാസ്പദമായി www ഫേസ്ബുക്കും യൂട്യൂബും ട്വിറ്ററും വാട്സപ്പും IMOയും ബോട്ടും ഇൻസ്റ്റാഗ്രാമും എല്ലാം വെളിപ്പാടിൽ 5W ഇന്നലെ പരിചയപ്പെടുത്തി. വെളിപ്പാട് 13:3-4-5-6-7 കുഞ്ഞുങ്ങൾ വരച്ചു കാട്ടി തന്നു. അതിനകത്ത് അവൻ മുറിവേറ്റവൻ വോണ്ട്, അവൻ അതിശയം വണ്ടർഫുൾ, അവൻ ആരാധന കൊതിയൻ വർഷിപ്പ്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ശബ്ദം കേൾക്കുന്നത് വേഡ്. അത് കഴിഞ്ഞ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ, അതാ വാർ. 5W സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം നിങ്ങൾ കണ്ടു. ഒരു ഏകലോക മതം കത്തോലിക്ക സഭ സകല മതത്തെയും പിടിക്കുന്നതായി ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടു. അതിനോടനുബന്ധിച്ച് കർഷക സമരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. നാളെ മുതൽ വീണ്ടും ഡൽഹിയെ ഞെട്ടിച്ചുകൊണ്ട് കർഷക സമരം ആരംഭിക്കുന്നത്. തീരത്തില്ല. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം. അടുത്തതായി ഇന്നലെ രാത്രി നാം ചിന്തിച്ചു, ആൻറ്റി ക്രൈസ്റ്റ് ആര്? ഇവിടുത്തെ മോഡി സാറോ പിണറായി വിജയൻ ഒന്നുമല്ല. ആരാദ്യം വരും? ഉൽപ്പത്തി 49:10 അവകാശമുള്ളവൻ വരുവോളും ചെങ്കോലഗൂതയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങത്തില്ല. രാജാക്കന്മാരുടെ രാജാവായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരും. 49:17 ആൻറ്റി ക്രൈസ്റ്റ് ആര്? ദാൻ, ഇന്നത്തെ സിറിയ എതിർ ക്രിസ്തു വരുന്നു. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകുന്നു. അതുകൊണ്ടാണ് ഇറാനും ഇസ്രായേലും പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത് കഴിഞ്ഞാൽ ഇവൻ 2 കാര്യങ്ങൾ ചെയ്യും. മനുഷ്യനെ കാണും, സംസാരിക്കും. ദാനിയേൽ 7:8 ഇന്നലെ രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവും 4മതൊരു മൃഗം കയറുന്നത് ഞാൻ കണ്ടു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ചത് വ്യത്യാസം. ഇതിന് 10 കൊമ്പുണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയൻ മടങ്ങി വരും. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിന് ഇന്നത്തെ ഭരണത്തെ തകർക്കും. രാജാധിപത്യം, ജനാധിപത്യം, ഏകാധിപത്യം. അതാ ഇന്നത്തെ പണമില്ലാത്ത സാമ്പത്തിക മാന്യം. അങ്ങനെയെങ്കിൽ ഈ കൊമ്പുകളിൽ ചെറിയ കൊമ്പായി എതിർക്കസു. അവൻ്റെ കണ്ണ് ഇന്നത്തെ ലാപ്ടോപ്പിലും മൊബൈലും ക്യാമറ മനുഷ്യനെ അവൻ കാണും. അവൻ കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ വരും. അതിനുശേഷം അവൻ സംസാരിക്കും. അതാ ഇന്നത്തെ ഗൂഗിൾ. അതിന് ഇന്നലെ ജോയ്സ് മേയർ, ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാർ, ശശി തരൂർ, ഇവിടുത്തെ പാറശാല ഹരീന്ദ്രൻ സഖാവിൻ്റെയൊക്കെ ശബ്ദം വോട്ടിന് വേണ്ടി കേട്ടെങ്കിൽ അന്ത്യദിനങ്ങളിൽ ഇസ്രായേലിൻ്റെ പർവ്വതനിര മെഗിദോ താഴ്വരയിൽ ഇരിക്കുന്ന OS ട്രാൻസ്ലേറ്റർ ലോകത്തോട് സാത്താൻ്റെ സംസാരം നിങ്ങളുടെ ചെവികളിൽ കേൾക്കും. സുന്ദർ പിച്ചയുടെ കയ്യിൽ നിന്നൊക്കെ ഇതൊക്കെ പോകും ഗൂഗിൾ. അവൻ്റെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഗംഭീര നാദം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ മുഴങ്ങും. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പാറമയിൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ വൻമഴ, പെരുങ്കാറ്റ്, കൊടുങ്കാറ്റ് ആ വീട് വീണില്ല. ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം. എത്ര പ്രസംഗം കേട്ടും ആലിക്കോടും മണ്ണടിക്കോണത്ത് രക്ഷപ്പെടാതെ മണലിന്മേൽ പണിഞ്ഞ് കള്ളും കുടിച്ച് കഞ്ചാവടിച്ച് ലോകത്തിൻ്റെ മോങ്ങൾ ജീവിക്കുന്ന സഹോദര സഹോദരി, നിന്റെ വീട് വീഴുവാൻ കാലമായി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട്, അവൻ്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞു. അതായിരുന്നു ഇന്നലെ രാത്രിയിൽ നമ്മുടെ പ്രഭാഷണം. 2ാം ഭാഗത്തിലേക്ക് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവ കുഞ്ഞുങ്ങളോട്, ദൈവത്തിൻ്റെ ദാസനാകത ഞാൻ ഈ രാത്രിയും പറയുന്നു, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ ഇന്ന് രാത്രിയും നിങ്ങളുടെ ബൈബിളിനകത്തും പുറത്തുള്ള മാധ്യമങ്ങളിലും ടെലിവിഷനിലും കാണുമ്പോൾ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന കുഞ്ഞുങ്ങൾ ഈ രാത്രിയും പറയും,
ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാ. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ആലിക്കോട് ദൈവമക്കളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം മക്കളെ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. ഇന്ന് രാത്രി വീണ്ടും വെളിപ്പാടിലേക്ക്, വിശുദ്ധ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ തിരുവചനം വായിച്ചാട്ടെ. അനന്തരം സ്വർഗ്ഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അനന്തരം സ്വർഗ്ഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ യോഹന്നാൻ അപ്പോസ്തലനോട് സംസാരിച്ച ആദ്യ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക. യോഹന്നാനെ, ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മേലാൽ എന്ത് സംഭവിക്കും? അനന്തരം സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം, ഇവിടെ കയറി വരിക. മേലാൽ എന്ത് സംഭവിക്കും? കണ്ണുകൾ ഒരു നിമിഷം കൂടെ അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്ന് രാത്രി കർത്തദാസൻ ശലോമോൻ പാസ്റ്റർ പറഞ്ഞോളെ, പുറത്തൊരു മഴ, ചാറ്റൽ മഴ പെയ്യുമ്പോൾ അകത്തൊരു പരിശുദ്ധാത്മാവിന്റെ മഴ പെയ്യട്ടെ. സ്വോത്രം. പണ്ടൊരു ഉപദേശി പറഞ്ഞ കാര്യമുണ്ട്, മഴയത്ത് കൺവെൻഷൻ വെക്കണം, അറിയാം ആരാ വരുന്നതെന്ന്. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷന് കടന്നു വന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. തൊട്ടപ്പുറത്ത് നിങ്ങൾ നോക്കണം, കാട്ടാക്കടയിൽ നെയ്യാറ്റിൻകരയിൽ ഞാൻ സംസാരിച്ചു, ഭയങ്കര മഴ പെയ്യുക. സ്വോത്രം. അതിൻ്റെ ബാക്കി പത്രം ചാറൽ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, സ്റ്റേജിലും ചൂടില്ല. അതുകൊണ്ട് നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഇന്ന് രാത്രി പാട്ടൂസം എടുത്ത് വീശേണ്ട കാര്യമില്ല. സന്തോഷമില്ലല്ലോ? സ്വോത്രം. തറയിലും തണുപ്പുണ്ട്, കസേരയിലും തണുപ്പുണ്ട്. അതുകൊണ്ട് ശക്തമായിട്ട് വചനം കേൾക്കാം. ദേശമേ യഹോവയുടെ വചനം കേൾക്കാം. ഒരിക്കൽ കൂടി കണ്ണുകൾ അടയ്ക്കാം. നയിൻ്റെ പട്ടണത്തിൽ ഒരു വിധവയുടെ പ്രത്യേകത, അവളുടെ ജീവിതത്തിൽ സുന്ദരനായ ഒരു ഭർത്താവുണ്ട്. കാലത്തിന്റെ യവനികയ്ക്കകത്ത് എപ്പോഴോ തന്റെ പ്രിയപ്പെട്ടവൻ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. തന്റെ ഏക ആശ്രയം 9 മാസവും 9 ദിവസവും 9 വിനാഴികയെ നൊന്ത് പ്രസവിച്ച പൈതല. എന്നാൽ ചില ദിവസങ്ങൾ പൈതൽ മുൻപോട്ട് പോയപ്പോൾ ആ കുഞ്ഞിന് ഹല്ലേലൂയ ദീനം വന്നത് മരണപ്പെട്ടു. ആ സെമിത്തേരി ഒരുങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം എന്താ, ശവമഞ്ചത്തിനകത്ത് വിലാപയാത്രയുമായി തന്റെ കുഞ്ഞിന്റെ ഡെഡ് ബോഡി സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ ആശകൾ അറ്റുപോയ സ്ഥാനത്ത് അവളുടെ നിലവിളിയുടെ നടുവിൽ വിലാപങ്ങളെ നൃത്തമാക്കുവാൻ എൻ്റെ നാഥൻ ആ ശവമഞ്ചത്തിന് നേരെ ഇറങ്ങി വന്നു. എന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി കഴിഞ്ഞു, 2-ാം രാത്രി പറയണം, എൻ്റെ വിലാപങ്ങളെ നൃത്തമാക്കുന്ന നല്ല ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഇന്ന് രാത്രി കരുണാമയനായ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി ഹല്ലേലൂയ അവസാന മോമെന്റിലും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക. നയിന്റെ പട്ടണത്തിൽ വിധവയുടെ ശവമഞ്ചത്തിനകത്ത്, മകന്റെ ശവമഞ്ചത്തിനകത്ത് എൻ്റെ നാഥന്റെ കരമിറങ്ങിയപ്പോൾ ശവമഞ്ചത്തിനകത്ത് ചേതനയറ്റ ചെറുപ്പക്കാരന്റെ ശരീരത്തിന്റെ രക്തം ഓടുവാൻ തുടങ്ങി. അവന്റെ ഞരമ്പുകൾ ചലിക്കുവാൻ തുടങ്ങി. അവൻ ശവമഞ്ചത്തിനകത്തിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ യേശു ക്രിസ്തുവിന്റെ കരം നയിന്റെ പട്ടണത്തിൽ മാത്രമല്ല, ഇന്ന് രാത്രി മണ്ണടിക്കോണത്ത് എൻ്റെ മരിച്ച വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ഹല്ലേലൂയ ജീവിപ്പിക്കുവാൻ കരുത്തുറ്റ നാഥന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ മഹത്വം കാണ്. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവ ദൂത സഞ്ചയവുമായി ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ. അങ്ങയുടെ ശബ്ദം ഇന്ന് രാത്രി അഗ്നിജ്വാലകൾ പൊട്ടിക്കുന്നു, പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. കാദേശ് മരുഭൂമിനെ നടുക്കുന്ന ശബ്ദം ഇന്ന് രാത്രി മണ്ണടിക്കോണത്ത് പുറപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ മാൻപടകൾ പ്രസവിക്കുമാറാകുന്ന തിരുശബ്ദത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുമ്പോൾ ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ഇന്ന് രാത്രി ചില മദ്യപാനികൾ യേശുവിനെ കാണുക. ശബ്ദ സീമയ്ക്കുള്ളിൽ തകർന്ന ജീവിതങ്ങൾ കാന്തന് വേണ്ടി കരമുയർത്തുക. ഇന്ന് രാത്രി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക. ആത്മഹത്യക്ക് കൊതിക്കുന്നവർ ഇന്ന് രാത്രി വീട്ടിനകത്തുനിന്ന് സർവശക്തന് വേണ്ടി കരമുയർത്തുക. ഇന്ന് രാത്രി ഞങ്ങൾ അപ്പച്ചനോട് ഒരിക്കൽ കൂടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. പുഴവക്കത്തിരുന്ന ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ 9ാമത് ഷക്കീന കൺവെൻഷനകത്ത് ഈ പട്ടണത്തിനകത്ത് ചിലരുടെ ഹൃദയങ്ങൾ തുറക്കുക. ദുഷ്ടപിശാച് കെട്ടിവെച്ച അന്ധകാരത്തിന്റെ മതിലുകൾ ഇന്ന് രാത്രി സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുമ്പോൾ, എരികോയുടെ മതിൽ വീണപ്പോൾ ജനസ്വതന്ത്രമായതുപോലെ 9ാമത് കൺവെൻഷനകത്ത് ഇവിടെ ആരാധനയും വചനവും മുഴങ്ങുമ്പോൾ, വാഗ്ദത്തത്തിന്റെ വചനം പുറപ്പെടുമ്പോൾ ചില സാത്താന്യ മതിലുകൾ, ചില പാരമ്പര്യ മതിലുകൾ, ചില ആഭിചാരത്തിന്റെ മതിലുകൾ അടകാ രഗത ബൗഡ ഇന്ന് രാത്രി പുറത്തു വീണുകൊണ്ട് ചിലർ യേശുവിന്റെ
കർത്താവിന് വേണ്ടി കരമുയർത്തുക എന്ന് രാത്രി ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിൻപിലായിരിക്കുന്ന ദൈവസഭ കുഞ്ഞുങ്ങൾ, ദൈവമക്കളെല്ലാം എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ ദേശത്തിന് മഴ ആവശ്യമാണ്. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മടങ്ങി വീട്ടിലെത്തുന്നത് വരെ ഒരു മഴയോ കാറ്റോ ഇവിടെ വരാതെ മഹാദൈവത്തിന്റെ കരം 4-5 കിലോമീറ്റർ മേഘത്തിന്റെ കുടകൾ നാഥന്റെ കരങ്ങളിൽ തന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ ധരിക്കണം. ഇന്ന് രാത്രി ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരരുത്. നാഥന്റെ നാമം മാത്രം ഈ രാത്രി ഉയരണം. ശബ്ദം വെളിച്ചം പ്രകൃതി കടന്നു വന്ന 7 മക്കളെല്ലാം ദൈവം കാക്ക്. ഈ രാത്രി വിടുതലോടെ കുഞ്ഞുങ്ങളെ മടക്കിയേക്ക്. മഹത്വം പുകഴ്ചയും അങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യം നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാവർക്കും വിശുദ്ധ ബൈബിൾ തുറക്കാം. ഇന്ന് രാത്രിയും വെളിപ്പാട് പുസ്തകം. ഇന്നലെ രാത്രി നാം ഇത് തന്നെ തൊട്ടുവെച്ചു. പുതിയ നിയമത്തിന്റെ പ്രത്യേകത ഇന്നലെ രാത്രി ശക്തമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു. പുതിയ നിയമത്തിന്റെ പ്രത്യേകത ലൂക്കോസ് വൈദ്യൻ സുവിശേഷം എഴുതി, ലൂക്കോസിന്റെ സുവിശേഷം 2 സഭയുടെ ചരിത്രം എഴുതി. സഭയുടെ ചരിത്രത്തിന്റെ പ്രത്യേകത അപ്പോസ്തല പ്രവർത്തികൾ തീർന്നില്ല. പുതിയ നിയമസഭയിൽ അനുഗ്രഹിക്കപ്പെട്ട 14 ലേഖനങ്ങൾ ആരെഴുതി? പൗലോസ് ലേഖ ധന്യൻ ചൊല്ലി എഴുതി. പക്ഷേ ഇവരാരും സുവിശേഷവും പ്രവചനവും ലേഖനവും എഴുതിയില്ല. അങ്ങനെ എഴുതിയ ഒരേ ഒരു വ്യക്തിയുള്ള യോഹന്നാൻ അപ്പോസ്തലൻ. യോഹന്നാൻ സുവിശേഷം എഴുതി. ദൈവ കുഞ്ഞുങ്ങളെ, അതാ യോഹന്നാന്റെ സുവിശേഷം. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിന്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന്. അത് കഴിഞ്ഞതിന് ശേഷം അവർ ലേഖനം എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. വരാൻ പോകുന്ന കാലം, എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ഉപദേശത്തിനകത്ത് കടന്നു പോകുന്ന ദൈവമക്കളെല്ലാം ന്യായവിധി ലേഖനത്തിനകത്ത്. 3 പുതിയ നിയമത്തിലെ ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതി. ഇന്ന് രാത്രി യോഹന്നാൻ അപ്പോസ്തലൻ ഷക്കീന മിനിസ്റ്ററുടെ കൺവെൻഷൻ കൊണ്ടുവന്നിട്ട് ചോദിക്കണം, അപ്പച്ചാ സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? പ്രവചനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? വരാൻ പോകുന്ന ലേഖനത്തിന്റെ തുണ്ടുകൾ എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? വെള്ളറയുടെ ബൈബിൾ കോളേജിന്റെ ബിരുദമാണോ? കള്ളമ്മൂല സെമിനാരിയുടെ ഡോക്ടറേറ്റ് ആണോ? അല്ലെങ്കിൽ ഡെറാഡൂണിന്റെ ബിരുദമാണോ? കന്യാകുമാരിയുടെ ഡോക്ടറേറ്റ് ആണോ? അവൻ പറയും, അതൊന്നുമല്ല. അന്ത്യം വരെ നാഥന്റെ കാൽപാദത്തിങ്കൽ ഞാൻ മുട്ടുമടക്കി കരഞ്ഞത് കൊണ്ട് എൻ്റെ ശരീരത്തിനകത്തല്ല, എൻ്റെ ഹൃദയത്തിനകത്ത് സുവിശേഷം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. എൻ്റെ ചങ്കിനകത്ത് പരിശുദ്ധാത്മാവിന്റെ കൃപ പകർന്നപ്പോൾ പ്രവചനം എഴുതുവാൻ കൃപ ലഭിച്ചു. ഞാൻ മുട്ടുമടക്കി നിലവിളിച്ചപ്പോൾ ലേഖനം എഴുതുവാൻ കൃപ ലഭിച്ചു. അപ്പച്ചാമ്മച്ചി, ഇന്ന് രാത്രി ലോകക്കാർ മാറും, നാട്ടുകാർ മാറും, നിന്റെ ബന്ധുക്കൾ മാറും. എന്നാൽ കാൽവറി ദർശനം കണ്ടവൻ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല, വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. അതുകൊണ്ട് ഇന്ന് രാത്രിയും പറയണം, ആശ്രയം യേശുവിലായതിനാൽ ഞാൻ ഭാഗ്യവാൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ക്രൂരമായ പീഡനങ്ങളുടെ നടുവിൽ പല ബന്ധിക്കോസുകാരും ഇന്ന് പീഡനം പ്രസംഗിക്കത്തില്ല. ശലോമോൻ പാസ്റ്റർക്കറിയാം, ഇന്നെല്ലാം അനുഗ്രഹം, ആശീർവാദം. ഇന്ന് നമ്മുടെ സുവിശേഷത്തിൻ്റെ പരിപാടികളെല്ലാം മാറി. എന്താ സുവിശേഷം? വെളുത്ത പെണ്ണ്, കറുത്ത കാറ്, വീട്, അത് കഴിഞ്ഞ് കാനഡ വിസ, അത് കഴിഞ്ഞ് ATM കാർഡ്. ഇതായിപ്പോയി നമ്മുടെ സുവിശേഷം. മക്കളെ, ഇതിനകത്തെങ്ങും വീണ് പോകരുത് കേട്ടോ. മണ്ണടിക്കോണം, ആലിക്കോണം. യേശു വന്നത് വീട് തരാനും കാർ തരാനുമല്ല. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. എൻ പ്രയാണകാലം 4 വിരൽ നീളമായതിൻ പ്രതാപം കഷ്ടത. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം, യൗവനത്തിലും മരണം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 ഘടകങ്ങൾ: ദേഹം, ദേഹി, ആത്മാവ്. ദേഹത്തിനും ദേഹിക്കും മരണം, ആത്മാവിന് മരണമില്ല. ആത്മാവിനെ അപ്പച്ചൻ്റെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഏക സത്യ ദൈവമാ ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവ്. അതുകൊണ്ടായി കൊച്ചുമോൻ ഇന്ന് പാടിയത് ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ കാണും, അന്ന് സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. കരമുയർത്തുന്നവർക്കായി. ആ പാട്ടിനകത്ത് വീടും കാറും ഒന്നുമില്ല, സ്വോത്രം. പക്ഷേ ദൈവമക്കൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതര. കർത്താവിനെ ഉയർത്തിയാൽ പാലിയോടൊരു കൊച്ചു വീട് തരാനും, ഒരു ചെറിയ കാർ തരാനും, ഒരു കുഞ്ഞിനെ വെളിനാട്ടിൽ വിടാനും സ്വർഗത്തിലെ ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ആ വിശുദ്ധ ബൈബിൾ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ഇന്ന് രാത്രി പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് പോലും പ്രസംഗിക്കത്തില്ല. ബൈബിളിനകത്ത് യേശുക്രിസ്തുവിനെ പറ്റി 5 കാര്യങ്ങളുണ്ട്. 1 അവൻ്റെ ജനനം, 2 അവൻ്റെ ജീവിതം, 3 നിത്യജീവൻ്റെ മൊഴിമത്തുകൾ, 4 അവൻ്റെ മരണം, 5 ഉയർത്തെഴുന്നേൽപ്പ്. അതുവരെ ഞങ്ങൾ പ്രസംഗിക്കും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. അതാ ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം. അതിനുവേണ്ടി ദൈവകുഞ്ഞുങ്ങളെ, ദൈവസഭയെ ഒരുക്കുകയാണ്. അതാ നിത്യതയുടെ പ്രത്യാശ. ആ കാലഘട്ടത്തിൽ റോമിൻ്റെ ഭരണാധികാരികൾ എന്താ വചനമെടുക്കുന്ന ദൈവമക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ പരസ്യമായി പാലിയോടൊരു ചെറുപ്പക്കാരൻ സുവിശേഷം പ്രസംഗിച്ചാൽ
അവനെ റോമിൻ്റെ ഭരണാധികാരികൾ പിടിക്കും. എന്താ ചെയ്യുന്നതെന്നറിയാം. ഇന്നിവിടെ നമ്മുടെ പ്രിയ സൗണ്ട്സിലെ സഹോദരങ്ങൾ നല്ല ലൈറ്റെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അന്ന് ലൈറ്റല്ല, ഭൂമിയുടെ അടിയിൽ 2 തിയേറ്ററുണ്ട്. LMS ചരിത്രത്തിലുണ്ട്. ലണ്ടനകത്ത് ഭൂഗർഭ തിയേറ്ററുകൾ. അതാ കാറ്റക്കൊമ്പ് കൊലോസി. അവിടുത്തെ പ്രത്യേകത രാത്രി 11 മണിക്കായി കള്ളുകുടിയും പാട്ടുപാടും ഒക്കെ നടക്കുന്നത്. ആ സമയത്ത് പകൽ പിടിക്കുന്ന ഉപദേശിയെ കൊണ്ട് തൂണോട് കെട്ടി നിർത്തും. എല്ലാവരും കേൾക്കണം. എന്നിട്ട് തലയ്ക്കകത്തൊരു മൺചട്ടി വെക്കും, കൽക്കരിയും കുടഞ്ഞിട്ടേക്കും. പിന്നെ മിണ്ടത്തില്ല. ഉപദേശി അവിടെ ജീവശ്വാസം കെട്ടിപ്പിടിച്ച് വിട്ടിരിക്കുക. രാത്രിയാകുമ്പോൾ പരിപാടി നടക്കുന്നതിന് മുമ്പിട്ട് ചെറുപ്പക്കാർ വരും. ഈ മൺചട്ടിയും കൽക്കരിയും ഇരിക്കുന്നിടത്തോട്ട് മണ്ണെണ്ണ ഒഴിക്കും. പെരിയ തീ കൊടുക്കും. പടപടാ തീ കത്ത്. ആ മൺചട്ടിയും കൽക്കരിയും തീ കത്തി ഉപദേശിയുടെ തലയിലേക്ക് തീ ഇറങ്ങുമ്പോൾ പാവപ്പെട്ട ഉപദേശി എഴുന്നേറ്റ് ഓടാനൊന്നും പറ്റത്തില്ല, കെട്ടി നിർത്തിയിരിക്കുക. അവിടെ വെച്ച് അവസാനം ഒരു വാക്ക് പറയും, മാറാനാഥ യേശുവേ വരണമേ. ഇതൊക്കെ മനസ്സിലാക്കണം. CSIയുടെ ചരിത്രമുണ്ട്. LMSന്റെ ഇതിലൊക്കെ മിഷണറിമാരുടെ പീഡാകാലം. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഇന്ന് രാത്രിയെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ തോലടിയിൽ അല്ലെങ്കിൽ ഹല്ലേലൂയ നാറാണിയിൽ ഒരു ചെറുപ്പക്കാരൻ സുവിശേഷം പ്രസംഗിക്കുവാണെങ്കിൽ അവനെ കിട്ടിക്കഴിഞ്ഞാൽ റോമിൻ്റെ പടയാളികൾ പിടിച്ചോണ്ടോ. എവിടെ ഈ കുന്നത്തുകാൽ കാരക്കോണം നല്ല റോഡ്. അവിടെ ടാർ ചെയ്യുമ്പോൾ ടാർപാട്ടയുടെ തല വിട്ട് ഒരു തലയുടെ ആകൃതിയിൽ ഒരു സുഷിരമുണ്ടാക്കുക. ഇടിച്ച് ഈ ചെറുപ്പക്കാരൻ്റെ തലകേറ്റം ടാർപാട്ട ചൂടാക്കുക. റോഡെ കുന്നത്തുകാൽ കാരക്കോണത്ത് ഒഴുക്കി വിട്. ആ ടാർപാട്ട റോഡിൽ ഇങ്ങനെ ഉരുകുന്ന ടാറിനകത്ത് ഒരുകുമ്പോൾ ചെറുപ്പക്കാരൻ്റെ തല അകത്ത് കിടക്കും. കാലുകൾ റോഡിൽ കമ്മട്ടമടിക്കുമ്പോൾ ആരും അറിയാത്തൊരു ശബ്ദം അവിടെ കേൾക്കും. അതിൻ്റെ പേര് മാറാ നാഥ യേശുവേ വരണമേ. ആരും ഇത് പ്രസംഗിക്കത്തില്ല. നിങ്ങളുടെ കരങ്ങൾ ജീവന്റെ വചനം വരുക. എന്ന് രാത്രി പോകട്ടെ. നമ്മുടെ ആലിക്കോട് ഒരുവൻ പരസ്യോഗത്തിൽ കരമുയർത്തിയാൽ അവൻ്റെ കൈകാലുകൾ ബന്ധിക്കും. എവിടെ കൊണ്ടുപോകും? ഈ റൂട്ടിൽ നല്ല മരമുണ്ടല്ലോ, നല്ലൊരു മരത്തെ വടം കൊണ്ട് 2 ചില്ലകളെ കൂട്ടിയടിപ്പിക്കും. അതിനുശേഷം ആ കാലുകൾ തല കീഴായി ചെറിയ കയറ് കൊണ്ട് അതിനകത്ത് കൂട്ടിക്കെട്ടും. കാലുകൾ മുറുകുമ്പോൾ സൈന്യാധിപൻ വിസിലടിക്കുമ്പോൾ മേലെ തവടമഴിച്ചു വിടുമ്പോൾ ഒരു സഹോദരി മീൻ കീറുന്നതിൽ ഉപദേശിയുടെ 2 ഭാഗം തല മുതൽ അടിവര കീറി മരത്തിനകത്ത് തൂങ്ങിയാട്. ആ സമയത്ത് മരമൊരു ശബ്ദം കേൾക്കും, മാറാ നാഥ യേശുവേ വരണേ. തീർന്നില്ല മക്കളെ. അന്നത്തെ കാലത്ത് റോമിൻ്റെ ശിക്ഷാവിധികൾ വചനമെടുക്കുന്ന ഒരു ദൈവ പൈതലിനെ കിട്ടിയാൽ എവിടെങ്കിലും പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിടിച്ചു കൊണ്ടുപോയാൽ 4ാമത്തെ പരിപാടി കാരാഗ്രഹത്തിൽ കൊണ്ടുപോകും. നല്ല ഹല്ലേലൂയ സ്വീകരണമല്ല, കൈകാലുകൾ ബന്ധിക്കും. നമ്മുടെ വീട്ടിൽ വെള്ളം പമ്പ് ചെയ്യുന്ന ഹോസ് വായിലോട്ട് കൊടുക്കുക. എന്നിട്ട് പടയാളി പിടിച്ചുകൊണ്ടിരിക്കും. വെള്ളം അങ്ങോട്ട് കയറ്. അന്നനാളം വഴി ഇറങ്ങുമ്പോൾ വയറിങ്ങനെ പെരുവും. ആ പെരുന്ന സമയത്ത് ഉപദേശി അബോധാവസ്ഥയില. ഉടനെ സൈന്യാധിപൻ കുതിരയായിട്ട് വിടും. ടക്ക് ടക്കെന്ന് പായുന്ന കുതിരയുടെ കുളമ്പുകൾ. ഈ മഹാ ഉദരം അഥവാ പെരുത്തിരിക്കുന്ന വയറിനകത്ത് ഇത് ചവിട്ടുമ്പോൾ വയറും കുടലും പൊട്ടും. കുടൽമാല പുറത്തു വരും, രക്തം ചിന്തും. ആ സമയത്ത് ബോധത്തിൽ വരുന്ന ഉപദേശി ഇത് കാണുമ്പോൾ അവസാന ശാസ്ത്രത്തിൽ ഒരു വിളി വിളിക്കും, സഹോദരി സഹോദര. അതിൻ്റെ പേരാ മാറാ നാഥ യേശുവേ വരണേ. അപ്പച്ച അമ്മച്ചി, എന്ന് രാത്രി ജീവന്റെ വചനം ആലിക്കോട് നമ്മുടെ കരങ്ങളിൽ വന്നത് വെറുതെ അല്ല. ആരുടെയൊക്കെയോ തലകൾ ടാർപ്പാട്ടയ്ക്കകത്ത്, ആരുടെയൊക്കെയോ ശരീരഭാഗങ്ങൾ വന്യമൃഗങ്ങൾ ചവിട്ടിയത് കൊണ്ട്, ആരുടെയൊക്കെയോ വയറ്റിനകത്ത് കുതിരയുടെ കുളമ്പുകൾ, ആരുടെയൊക്കെയോ തലകൾ ഹല്ലേലൂയ മരങ്ങളിനകത്ത് തൂങ്ങി ആടിയത് കൊണ്ട് ഇന്ന് രാത്രി ജീവന്റെ വചനം നമ്മുടെ കരങ്ങളിലെത്തിയത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്ന ഉപദേശിമാരും ഇത് പറയത്തില്ല. ഇത് കണ്ടിട്ടാ യോഹന്നാൻ നാടുകൾ യാത്രയാകുന്നത്. 1ാമത് അവന് ശിക്ഷാവിധി കൊടുത്തു. ഡൊമേഷ്യന്റെ കൽപ്പന കിട്ടി. അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു. 2ാമത് അവനെ ഇവിടുന്ന് കൊല്ലാൻ നോക്കിയിട്ട് രക്ഷയില്ല. പടയാളികൾ എവിടെ കൊണ്ടുപോയി? അദ്ദേഹത്തെ കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി എന്നറിയാമോ? എഫെസോസ് സഭയിൽ. ഡൊമേഷ്യന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഈ മനുഷ്യനെ കൊല്ലുവാനൊന്നും കഴിയത്തില്ല. ഡൊമേഷ്യൻ പറഞ്ഞ് നിങ്ങൾ പോകാൻ പറഞ്ഞു. അതിനുശേഷം ഇവർ പോയി. 4 ദിവസം കഴിഞ്ഞപ്പോൾ പടയാളികളെ വിളിച്ചു. പടയാളികളെ വിളിച്ചിട്ട് നല്ല ശിക്ഷാവിധി കൊടുക്കുക. എന്താ? ഇവനെ പിടിച്ച് കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കുട്ടുകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് മുക്കിക്കൊല്ലണം. ഹല്ലേലൂയ. പടയാളികൾ കൽപ്പന ഏറ്റുവാങ്ങി. വെളുപ്പിനാ പടയാളികൾ വരുന്നത്. എഫെസോസ് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന വയോധികനായ അപ്പച്ചൻ ഒരു കപ്പ് കാപ്പി പിടച്ചാൽ കൈവിറയ്ക്കുന്ന അപ്പച്ചൻ്റെ അടുത്ത് പടയാളികൾ വന്ന് ചങ്ങല ഇട്ടിട്ട് പറഞ്ഞു, അപ്പച്ച ഇന്ന് അവസാന ദിവസമാണ്. സുപ്രീം കോടതി തൂക്കാൻ വിധിക്കുന്ന പ്രതിയോട് പറയുന്നത് പോലെ കഴിക്കാൻ വല്ലതും വേണോ? കാണാൻ ആരെങ്കിലും വേണോ? അപ്പോൾ അപ്പച്ചൻ ചോദിച്ചൊരു കാര്യമുണ്ട്. എന്താ കാര്യം പറയാ? താങ്കളെ കൊണ്ടുപോയി തിളയ്ക്കുന്ന കുട്ടകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് വലിച്ചിട്ട് പച്ച മനുഷ്യനെ കൊല്ലുവാനുള്ള കൽപ്പന. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി. ചോദിച്ചെന്താ കാര്യം? നിങ്ങൾ മുഖത്ത് പുഞ്ചിരി? പടയാളികൾ ചോദിച്ചോ. അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ചക്രവർത്തി കൽപ്പന എഴുതുന്നതിന് മുമ്പ് നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീജ്വാലയ്ക്കകത്ത് വലിച്ചിട്ടു. ശദ്രക് മേശക് അബേദ്നെഗോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആലയിൽ വീഴുന്നതിന് വിട്ട് ഇങ്ങനെ കരമുയർത്തി പറഞ്ഞു, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിൽ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസായി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി തീജ്വാലയ്ക്കത് ഇറങ്ങി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിച്ചെങ്കിൽ നിങ്ങളുടെ രാജാവ് ഏതൊക്കെ കൽപ്പന പുറപ്പെടുവിച്ചാലും. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? അമ്മച്ചി അപ്പച്ച, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ രാത്രി വിശ്വാസത്തോടെ ഗ്രൗണ്ടിൽ പറയണം, ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടി മാറ്റുന്ന ദൈവം, നിനക്ക് മുമ്പായി ദൂതൻ
ദൂതനെ ഇന്ന് രാത്രി അയക്കുന്ന ദൈവം. വാഗ്ദത്തമുള്ളവൻ തീജ്വാലയ്ക്കകത്ത് വീണാൽ അതിന്റെ നടുവിൽ കരം പിടിച്ച് ഉയർത്തുക. ദുരാശു സമഭൂമിയിൽ തീജ്വാലയ്ക്കകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ചില നിമിഷങ്ങൾ കഴിഞ്ഞ് യോഹന്നാൻ ഉപദേശിയുടെ കൈകാലുകൾ ബന്ധിച്ചു. അവർ കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് തിളയ്ക്കുന്ന കൂട്ടുകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് വല്യപ്പച്ചനെ വലിച്ചിട്ട് മരണം കാണുക. ഇന്ന് രാത്രി അയൽക്കാരൻ നിന്റെ മരണം കാണുവാൻ കാത്തു നിൽക്കും. നിന്റെ ബന്ധുക്കൾ നിന്റെ മരണം കാണുവാൻ കാത്തു നിൽക്കും. നിന്റെ തലമുറകൾ തകരുന്നത് കാണാൻ മന്ത്രവാദി കാത്തു നിൽക്കുക. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, അവരുടെ കാണുന്ന കാഴ്ചയുടെ നടുവിൽ നിന്ന് എന്റെ തല പൊന്നുപോലെ ഉയർത്തുക. ഇന്ന് രാത്രി യോഹന്നാൻ അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ തല ഉയർത്തി അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പുതയ്ക്കാൻ എനിക്ക് വല്ലതും തരണം, ഇതിനകത്ത് നല്ല തണുപ്പാ. അപ്പച്ച അമ്മച്ച ഇന്ന് രാത്രി ചോദിക്കുക, എണ്ണയ്ക്ക് നല്ല തിളപ്പില്ലേ, കത്തിക്ക് നല്ല മൂർച്ചയുണ്ട്, അത് എന്തുകൊണ്ട് യോഹന്നാൻ മരിച്ചില്ല? നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ഇന്ന് രാത്രി ആലിക്കോട് പറഞ്ഞ ക്യാൻസർ 4ാമത്തെ സ്റ്റേജ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം. ഒരുപക്ഷെ കട്ടിലേന്ന് എഴുന്നേൽക്കുന്നത് ലോകത്തിന്റെ വിധികൾ നിനക്കെതിരെ ഉയർന്നു വരും. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തുന്ന ദൈവമക്കൾ പറയണം, ഒരു വൃക്ഷമായാൽ അതിനകത്തൊരു പ്രത്യാശയുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ആരൊക്കെ നിന്നെ വെട്ടിയാൽ, നിന്റെ കുറ്റി നിലത്ത് കെട്ടുപോയാൽ, വേർപഴകിയാൽ, ആലിക്കോട് മണ്ണടി കോണത്ത് നിന്റെ കുടുംബം നന്നാപത്തില്ലെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി കൺവെൻഷനകത്ത് മഴ പെയ്തിറങ്ങുമ്പോൾ, നിന്റെ കണ്ണുനീര് പെയ്തിറങ്ങുമ്പോൾ നിലത്ത് കിടക്കുന്ന കൂറ്റയ്ക്കകത്തുനിന്ന് മുളയെ പൊട്ടിക്കുക. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കളുടെ കണ്ണുനീരിനകത്തിറങ്ങി വരുന്ന ഒരു കരം. ഇന്ന് രാത്രി അഭിഷേകത്തോടെ നീ എഴുന്നേറ്റ് പോകാവൂ സഹോദരി. നാളുകളായി നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ദൂട്ടപ്പിശാച് കരിയിലകൾ മൂടിയിട്ടുകൊണ്ട് മുള പൊട്ടാതെ ഇന്ന് രാത്രി അടച്ചിട്ടിരിക്കുന്ന ദൂട്ടപ്പിശാചിന്റെ കോട്ടകളെ തകർക്കുക. ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു അമിത ബലം പകരുന്ന രാത്രി കാര്യം മനസ്സിലാകുന്ന ദൈവമക്കൾക്ക്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായു ഇന്ന് രാത്രി ഞാൻ ഒരു അമിത ബലം വെച്ചിട്ടുണ്ട്. നാളുകളായി നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനെതിരെ കരിയില മൂടിയിട്ടുകൊണ്ട് ദൂട്ടപ്പിശാച് നിന്റെ വീട്ടിനകത്ത് നന്മ വരാതെ പരിപാലിക്കുന്നെങ്കിൽ അതിന്റെ നടുവിൽ നീ അഭിഷേകത്തോടെ നീ ആരാധിച്ചാൽ പിശാച് ഉണ്ടാക്കിയ കരിയിലകളെ മാറ്റി അകത്ത് കിടക്കുന്ന മുളയെ പൊട്ടിച്ചു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വിളിച്ചു പറ, പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അവൻ മിന്നൽ പിണറിനെ അയക്കുക. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് എല്ലാ നാളും നീ മണ്ണിനകത്ത് കുറ്റിക്കെട്ടുപോയി കിടക്കാൻ അറിയത്തില്ല. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ഗന്ധം ഇറങ്ങട്ടെ, അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ ഇറങ്ങട്ടെ. ഏതൊക്കെ ബൗണ്ടറികൾ നിനക്കെതിരെ ഉയർന്നാലും, ഏതൊക്കെ ഹല്ലേലൂയ മന്ത്രവാദികൾ നിനക്കെതിരെ ഉയർന്നാലും, നിന്റെ കുടുംബത്തിൽ നന്മ വരത്തിൽ നിന്ന് ഉട്ടപ്പിശാച് രേഖ എഴുതിയാൽ, ദാനിയേലേ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി 21 ദിവസം പാർസി രാജവംശത്തിന് തടഞ്ഞു വെക്കാൻ കഴിയും. പക്ഷെ അതിന്റെ നടുവിൽ പ്രധാന ദൂതനായ മീഖായേൽ ഇറങ്ങി ദൂട്ടപ്പിശാചിന്റെ പേർസ്യ രാജവംശത്തിന്റെ ഹല്ലേലൂയ ശക്തികളെ തകർത്തതുപോലെ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടൻ പറയാം, നാളെ രാത്രി യോഗം അവസാനിക്കുന്നതിന് മുമ്പ് അന്തരീക്ഷത്തിന്റെ മണ്ഡലത്തിൽ ദൂട്ടപ്പിശാച് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി തടഞ്ഞു വെച്ചെങ്കിൽ ഈ രാത്രി വിളിച്ചു പറയണം, എനിക്ക് വേണ്ടി ദാനിയേലിന്റെ കണ്ണുനീരിനകത്തിറങ്ങിയ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. കാര്യം മനസ്സിലാകുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി പറയണ, വാഗ്ദത്തങ്ങൾ മരിക്കുന്നില്ല, പ്രോമിസുകൾ മരിക്കുന്നില്ല, ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി നിന്റെ മരണം കാണുവാൻ നാട്ടുകാർ കാത്തു നിൽക്കുക. നീ കട്ടിലകത്ത് കിടക്കുന്നത് കാണുവാൻ മന്ത്രവാദി കാത്തു നിൽക്കുക. നിന്റെ വീട്ടിനകത്ത് നിന്ന് ഡോറ് തുറന്ന് പുറത്ത് വരുന്നത് കാണുവാൻ നിന്റെ അയൽക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഏത് കൂട്ടുകത്തിനകത്ത് നീ കടന്നാലും, നീ വാഗ്ദത്തമുള്ളവനെങ്കിൽ നിന്റെ മരണം കാണാൻ കാത്തിരിക്കുന്നവരുടെ നടുവിൽ നിന്റെ തലയെ ഉയർത്തിക്കൊണ്ട്, വചനം മനസ്സിലാകുന്നവർക്കായി കാട്ടുപോത്തിന്റെ കൊമ്പ് ഉയർത്തുന്നത് പോലെ നിന്റെ തലയെ ഉയർത്തി പൊന്നു പോലെ പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സാധാരണ ദൈവമല്ല ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി പിടിച്ചിരിക്കുന്നത് ആരാ? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ കണ്ടെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം ആ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ, അമ്മച്ചി ഇരിക്കുന്നത് അറിയുന്ന ദൈവം, അപ്പച്ച എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, സഹോദരി ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം, ചെറുപ്പക്കാര ആകാശത്ത് കയറിയാൽ അവന്റെ കരം നിന്നെ തേടിയെത്ത്. ഇന്ന് രാത്രി ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കിടക്ക വിരിച്ചാൽ അവന്റെ കരം നിന്നെ തേടിയെത്ത്. ആകാശത്തിൽ നിന്ന് ഉൽക്ക വീഴട്ടെ, നിന്റെ ഭവനം തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഇവിടെ ഭൂകമ്പം വരട്ടെ, സുനാമി വരട്ടെ, കീഴെ ശാശ്വത ഭുജങ്ങൾ വച്ച ദൈവത്തെയാ ഇന്ന് രാത്രി നീ ഇവിടെ ആരാധിക്കുന്നത്. അമ്മാമേ കരം ഉയർത്തി പറ, എൻ്റെ വശത്ത് 1000 പേരും. ചെറുപ്പക്കാരാ ഇന്ന് രാത്രി സന്തോഷത്തോടെ പറ, നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും, എന്നാൽ അതൊന്നും നിന്റെ കുടുംബത്തോട് അടുത്ത് വരികയില്ല. ഇന്ന് രാത്രി യോബിന്റെ ഭവനത്തിൽ
വാഗ്ദത്ത വേലി കെട്ടി കാത്ത ദൈവം നിന്റെ കുടുംബത്തെ കാക്കും. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? ഇന്ന് രാത്രി സിംഹത്തിന്മേലും ആണലിന്മേലും നീ ചവിട്ട്, നീ പെരുമ്പാമ്പിനെയും മരിച്ചു കളയും. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, ഇന്ന് രാത്രി പറ, എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്, അവൻ അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുക എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അടകാ രഗത ബൗഡ റീക ശബ്ദ രാധ എന്ന് രാത്രി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്ക്. നിന്റെ കുടുംബം തകരുവാൻ, നിന്റെ ഭാവി തകരുവാൻ, നിന്റെ തലമുറ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി സിംഹത്തിന്മേലും ആണലിന്മേലും ചവിട്ട്, പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. നിന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ നിന്റെ കുടുംബത്തിനകത്ത് ദൂതൻ ഇറങ്ങി നിന്നെ കാക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. തേനിലേക്കായാലും തേൻകട്ടയേക്കായാലും സന്തോഷമായിരിക്കുന്ന വചനത്തിന്റെ സാഗരി ഇന്ന് രാത്രി കൺവെൻഷനകത്ത് ഇറങ്ങുന്ന രാത്രിയായി മാറട്ടെ. സ്വോത്രം. സാധാരണ പുസ്തകമല്ല ബൈബിൾ. ഇന്നലെ ഞാനൊരു പ്രോമിസ് പറഞ്ഞല്ലോ. ബൈബിളിൽ അത്ര പ്രോമിസ് ഉണ്ട്. അബ്രഹാമിൻ്റെ സന്തതിയായി ഒരുവനുണ്ടായിരുന്നു ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ സന്തതിയായി ഒരുവനുണ്ടായിരുന്നു യാക്കോബ്, യാക്കോബിൻ്റെ വാർദ്ധക്യകാല സന്തതിയായി ഒരുവനുണ്ടായിരുന്നു യോസഫ്. യോസഫിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? രണ്ട് കാര്യങ്ങളാണ് ദൈവദാസന്മാർ ശ്രദ്ധിക്കണം. ഒന്നേ, അവൻ ഞങ്ങളുടെ പാസ്റ്റർമാരുടെ സ്വഭാവമായിരുന്നു. ഈ മെയിൻ ചീഫ് പാസ്റ്ററോട് ചെവിച്ചെന്ന് നുണ പറയുന്ന ഒരു പരിപാടി യോസഫിനുണ്ടായിരുന്നു. സന്തോഷമില്ലല്ലോ. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ യോസഫിനുണ്ടായിരുന്നു. അവൻ എവിടെയോ പ്രസംഗവും പ്രാർത്ഥനയും കേൾക്കാൻ പോയി ഒരു ദർശനം കിട്ടി വരാൻ പോകുന്ന ശ്യാമ്. ഇത് രണ്ട് കഴിഞ്ഞപ്പോൾ അവൻ അപ്പൻ്റെ പ്രിയപുത്രനായ. ആ കാലത്ത് അവൻ്റെ ജോസഫിൻ്റെ വീട് നമ്മുടെ പാലിയോടായിരുന്നു. സ്വോത്ര അപ്പൻ്റെ വീടുമൊക്കെ. ഈ പാലിയോട്ട് അവൻ്റെ ചേട്ടന്മാരെല്ലാം കൂടെ എവിടെ പോയെന്നറിയാം? മഞ്ഞാലുമൂട് മലയിൽ ആട്ടിനെ മേയ്ക്കാൻ പോയി. ആ സമയത്ത് കോവിഡ് പിടിച്ചത്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് പാസം കിട്ടത്തില്ല, അങ്ങോട്ടും പോകത്തില്ല. 30,000 കേസായിപ്പോയി. അങ്ങനെ ഇരുന്നപ്പോൾ കോവിഡ് എന്ന് കുറഞ്ഞപ്പോൾ ജോസഫ് ഓൺലൈനിൽ കൂടി ഒരു പാസ് എടുത്ത് പെട്ടിയാട്ടോയ്ക്കകത്ത് സാധനങ്ങളുമായിട്ട് മഞ്ഞാലുമൂട് മുക്കൂട്ടുകളിലേക്ക് പോയി. മഞ്ഞാലുമൂടി നിന്നുകൊണ്ട് ചേട്ടന്മാർ കണ്ട് മലയുടെ മേളിൽ നിന്ന് ദാ യോസഫ് വരുന്നു. ചേട്ടന്മാർ, ഞങ്ങളുടെ പാസ്റ്റർമാർ ഇങ്ങനെ കാണിക്കും, യവനെ ഇപ്രാവശ്യം ഒതുക്കണം. സന്തോഷമില്ലല്ലോ. അതുപോലെ ചേട്ടന്മാർ പറഞ്ഞടാ, യവൻ അപ്പൻ്റെ നിന്ന് കുപ്പായം കിട്ടിയവൻ ആ കുപ്പായോട്ട് വരുന്നു, അപ്പൻ്റെ ഓഹരിയെല്ലാം അടിച്ചു മാറ്റിയാണ് ഒതുക്കണം. മഞ്ഞാലും മൂടി ചെന്ന യോസഫിൻ്റെ പെട്ടിയാട്ടവും അരിയും ബലഞ്ഞനും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ആരെടുത്തെന്നറിയാം? ചേട്ടന്മാരെടുത്തു. ഈ പാവപ്പെട്ടവൻ്റെ ഉടുപ്പും വലിച്ചു കീറി അമ്മമ്മ. ഉടുപ്പല്ല, അവർ കുപ്പായം എടുത്തു. ബാക്കി അവൻ എവിടെ കൊണ്ടിട്ടെന്നറിയാം? സുന്ദരമായിട്ടൊരു പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു. ഇന്ന് രാത്രി മണ്ണടിക്കോണം കേൾക്കണം. പൊട്ടക്കിണത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക? പാമ്പുണ്ട്, ചെരുപ്പുണ്ട്, പല്ലിയുടെ വാറുണ്ട്. സ്വോത്രം. അവിടെ വാഗ്ദത്തമുള്ളവൻ കിടക്കുക. ചേട്ടന്മാർ വിചാരിച്ചാണ് എവിടെ തീരുവെന്ന്. എന്നാൽ ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് കിടന്നാൽ എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? നിന്റെ മുമ്പ് ചേട്ടന്മാരുടെ കോവണി കാണത്തില്ല, അപ്പൻ്റെ കണ്ണ് നിന്നെ കാണത്തില്ല. എന്നാൽ പ്രോമിസ് ഉള്ളവൻ പൊട്ടക്കിണറ്റിൽ കടന്ന സ്വർഗത്തിൻ്റെ കോവണി അവന് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇതാ ബൈബിളിൻ്റെ നന്മ. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് കിടന്നാൽ സ്വർഗത്തിൻ്റെ കോവണി ഇറങ്ങി വരും. തീർന്നില്ല. പിന്നെ അവൻ എവിടെ പോയെന്നറിയുമ്പോൾ അടിമച്ചന്ത, കളിക്കവളിയിലും പാറശാലയിലും അതുപോലെ തന്നെ കാട്ടാക്കടയൊക്കെ ചന്തയിൽ അവനെ മാറ്റി മിഥ്യാന്യ കച്ചവടം. വീട്ടുകാരും നാട്ടുകാരും അവൻ്റെ മരണവാർത്ത മനോരമയിലും കൊടുത്ത് പാലിയോട്ട് മൊത്തം ചരമ ബോർഡും വെച്ച് എല്ലാവരും മറന്നുപോയി. സഹോദരി, ഓർക്കണ്ടവർ ഓർക്കത്തില്ല, നാട്ടുകാരും മറക്കും. രക്തബന്ധങ്ങൾ നിനക്കെതിരെ പലപ്പോഴും എതിരെ നിൽക്കുക. പക്ഷേ അടിമച്ചന്തയിൽ കടന്നവൻ എവിടെ ചെന്നെന്നറിയാമോ? അവസാനം നല്ലൊരു വീട്ടിൽ ചെന്ന്. അതാ പൊത്തിപ്പേറിൻ്റെ ഭവനം. പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ നല്ലൊരു ആൻറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ നല്ല അമ്മാമ. അവിടെ ചെന്ന ഉടനെ യോസഫിന് നല്ല സാംസങ് 7 ഗാലക്സി അൽഫഗാമും കുഴിമന്തി ചിക്കൻ വെച്ച സാൻഡ്വിച്ചും കൊടുത്ത്. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരായിരുന്നു അമ്മാമ്മയെ പ്രൈസലോട് പറഞ്ഞ് നിന്നേന്. യോസഫിന് പിടികിട്ടി അമ്മാമ്മയുടെ ഉൾപ്പെടെ നിന്നാൽ ഞാൻ അക്കരനാട് കാണത്തില്ല. അവസാനം അവൻ മതിലിയാടി. എവിടെ പോയെന്നറിയാമോ? കാരാഗ്രഹത്തിനകത്ത് പോയി. കേട്ടോ? 1 പൊട്ടക്കിണർ, 2 അടിമച്ചന്ത, 3 പൊത്തിപ്പേറിൻ്റെ ഭവനം, 4 കാരാഗ്രഹത്തെ പട്ടിണിക്കഞ്ഞി ഉപ്പുവാങ്ങയും കുടിച്ചുകൊണ്ട് കിടക്കുക. നാട്ടുകാരെല്ലാം വിചാരിച്ചവൻ തീർന്നത്. പക്ഷേ വാഗ്ദത്തമുള്ളവൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നാൽ പാലിയോട്ട തൊഴിലുറപ്പ് തൊഴിലാളിയല്ല ദൈവം കൊണ്ടിറക്കുന്നത്. അന്തപുരത്തിരിക്കുന്നവനെ കാരാഗ്രഹത്തെ യോസഫിന്റെ സെല്ലിൽ കൊണ്ടുവന്നു. ഇതാ ദൈവത്തിന്റെ വചനം. ഓർക്കണ്ടവർ ഓർക്കത്തില്ല, നാട്ടുകാർ നിന്നെ തള്ളിക്കളയും. പക്ഷെ നീ പുറത്തു വരാൻ ദൈവം നിനക്ക് വേണ്ടി ഒരു പദ്ധതി വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന റൂമിനകത്ത് അന്തപുരത്തിനകത്തിരിക്കുന്നവന് ഇന്ന് രാത്രി കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുവരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി മണ്ണടിക്കോണം കൺവെൻഷൻ പറയണം, അവൻ നമുക്ക് വേണ്ടി കരുതുന്നതാണ്. രാത്രി സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. സ്വോത്രം. ഇന്ന് രാത്രി അവിടെ പട്ടിണിക്കഞ്ഞി കുടിച്ചുകൊണ്ട് കിടക്കുക. അവൻ വിചാരിച്ച് അവിടെ അസ്തമിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി അമ്മച്ചി പട്ടിണിക്കഞ്ഞി കുടിച്ചുകൊണ്ട് ഉപവാസത്തിനകത്ത് യോസഫ് കിടക്കുക. അവൻ അറിയാതെ ഒരു കാര്യം നടക്കുക. കൊട്ടാരത്തിനകത്ത് ഒരു ചെയർ ഒരുങ്ങുക. അവൻ്റെ കാലിൽ ഇപ്പം സിൽപ്പറില്ല, പക്ഷേ സുന്ദരമായ ചെരുപ്പ് അവൻ ഇടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അവനെ ധരിപ്പിക്കുവാൻ സ്വർണ്ണ സരിപ്പള ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പറഞ്ഞ അപ്പൻ തള്ളിയാലും നാട്ടുകാർ ഉപേക്ഷിച്ചാലും ചേട്ടന്മാർ നിനക്കെതിരെ തിരിഞ്ഞാലും ഇന്ന് രാത്രി ദർശനം കണ്ടവനെ തകർക്കുവാൻ പൊട്ടക്കിണറിന് കഴിയത്തില്ല.
ദർശനം കണ്ടവൻ അടിമച്ചന്തയിൽ ഒതുങ്ങത്തില്ല. ദർശനം കണ്ടവൻ പോത്തിഫേറിന്റെ ഭവനത്തിൽ അവസാനിക്കത്തില്ല. കാരാഗ്രഹത്തിനകവൻ അവൻ മൃത്യു വരിക്കത്തില്ല. അവൻ കൊട്ടാരത്തിലെ അന്തപുരത്തിനകത്ത് കയറി വരുക. യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി വരിക. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാവുന്നു? നാട്ടുകാർ നിനക്കെതിരായിരിക്കും, ചെറുപ്പക്കാരാ വീട്ടുകാർ നിനക്കെതിരായിരിക്കും, സഹോദരി നിന്റെ ബന്ധുക്കൾ നിനക്കെതിരായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി ദൈവം അനുകൂലമെങ്കിൽ ഇന്ന് രാത്രി ഏത് കാരാഗ്രഹത്തിനകത്ത് നിന്ന് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്ന് പട്ടണത്തിന്റെ നടുവിൽ മാനിക്കുക. യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരുക. ഒരു രാത്രിയുടെ പറ ദർശനത്തിന് ഹബക്കൂക്കിനോട് ചേർന്ന് കൊണ്ട് പറ, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. അത് പരിസമാപ്തിയിലേക്ക് വരുക. ചെറുപ്പക്കാരെ കരമുയർത്തി പറ, ഗോശാലയിൽ കന്നുകാലികൾ കാണത്തില്ല, ആട്ടിൻകൂട്ടം നന്മ തരത്തില്ല, അത്തിവൃക്ഷത്തിനകത്ത് ഫലം കാണത്തില്ല, മുന്തിരി കായ്ക്കത്തില്ല, എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും. കരമുയർത്തുന്ന ദൈവമക്കൾക്കായി അവൻ നമ്മെ കൈവിടാത്ത ദൈവം, അവൻ നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം. അന്ത്യം വരെ കാത്തിരിക്കുന്നവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്ന് അന്തപുരത്തിനകത്ത് കൊട്ടാരത്തിലെ കസേരയ്ക്കകത്ത് ഇരുത്തുക. ഇസ്രായേലിൽ നിന്ന് വിട്ട് മിസ്രയീമിൽ ഇറങ്ങിയവന് ഫറവോന്റെ ഉപപ്രധാനമന്ത്രിയായി കൊണ്ടുവരുക. യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങിയെങ്കിൽ ആരാധിക്കുന്ന നിന്നെ തകർക്കുവാൻ ചേട്ടന്മാർ പദ്ധതി വെച്ചാലും, അടക രഗത ബൗഡ പാലിയോടുകാർ പദ്ധതി വെച്ചാലും, ഇന്ന് രാത്രി മന്ത്രവാദി പദ്ധതി വെച്ചാലും, നീ വീട്ടിന് പുറത്തു വരത്തില്ലെന്ന് ദുഷ്ടപിശാച് വേലി കെട്ടിയാലും, ഇന്ന് രാത്രി അവൻ കെട്ടിയ വേലിക്കപ്പുറത്ത് നിന്റെ തലമുറയെ പടർത്തി കൊണ്ടുവരുവാൻ കരമുയർത്തുന്നവർക്ക് യോസഫേ നീ ഫലപ്രദമായ മുന്തിരിവള്ളിയെങ്കിൽ ആരൊക്കെ കെട്ടിയ വേലിക്കകത്തുകൂടി നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. അത്